ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് 3 കാർഡ്സാണ്. മറ്റുള്ളവർ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നൊരു കാർഡ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ആദ്യത്തെ കാർഡ് നമുക്ക് നോക്കാം. മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയൊരു വ്യക്തിയാണ്. ബുദ്ധിയുള്ളതും സ്ട്രെയിറ്റ് ഫോർവേഡുമായിട്ടുള്ളൊരു വ്യക്തിയാണ് അവർ വിചാരിക്കുന്നു. ഇപ്പം നിങ്ങളോട് വന്ന് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ തന്നെ അവർ ചെറിയൊരു പേടിയോടാണ് അവർ സംസാരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനോട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് പിടിക്കും. അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ ചെയ്യുന്ന ഒരാൾ അങ്ങനെയൊക്കെയാണ് ആൾക്കാർ നിങ്ങളെ കാണുന്നത്. മറ്റുള്ളവർ വിചാരിക്കുന്നത് നിങ്ങളെ സ്വന്തം കാലിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടും മറ്റുള്ളവരുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കാണുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ സ്വന്തം ദുഃഖം മറ്റുള്ളവരോട് പറയത്തില്ല, പക്ഷേ അതെല്ലാം ഉള്ളിൽ ഒതുക്കി കഴിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. മറ്റുള്ളവർ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എപ്പോഴും ചിരിച്ച് ഇരിക്കുന്നൊരു ഫേസൊന്നും അല്ല നിങ്ങൾക്ക്. നിങ്ങൾ ഭയങ്കര ഗൗരവത്തോടൊക്കെയാണ് ഇരിക്കുന്നതായിട്ടാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയും, അയ്യോ അവൾ ഭയങ്കര ജാടയല്ലേ, അവൻ ഭയങ്കര ജാടയാ, അങ്ങനെയൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കുകൾ വളരെ ഷാർപ്പാണെന്നും അതുപോലെ തന്നെ നിങ്ങൾ ഭയം കലർന്ന ഒരു റെസ്പെക്റ്റാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് തരുന്നത്. ഇതാണ് കാർഡ് നമ്പർ 1. ഇനി നമുക്ക് കാർഡ് നമ്പർ 2 നോക്കാം. ഇതിൽ പറയുന്നത് വെച്ചാൽ മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് ഒരു എന്താ പറയുന്ന വെളിച്ചമായിട്ടാണ്, അവരുടെ ജീവിതത്തിലെ വെളിച്ചമായിട്ടാണ് നിങ്ങളെ കാണപ്പെടുന്നത്. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇരുട്ടിലെ വഴികാട്ടി പോലെ മറ്റുള്ളവരുടെ ദുഃഖമൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ നിങ്ങളുടെ നല്ല മനസ്സ് എല്ലാവരും ഒന്നും കാണത്തൊന്നുമില്ല, പക്ഷെ കുറച്ച് പേർക്കൊക്കെ നിങ്ങളെ പറ്റി മനസ്സിലാവും. നിങ്ങളുടെ ഉള്ളിൽ ദുഃഖമുണ്ട്, പക്ഷെ മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ നിങ്ങൾ ചിരിച്ചുകൊണ്ടാണ് അതിനെ നേരിടുന്നത്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥന ദൈവം പെട്ടെന്ന് കേൾക്കും, അങ്ങനെ ഒരു തോട്ടും എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇതാണ് കാർഡ് നമ്പർ 2. കാർഡ് നമ്പർ 3യെ പറ്റി പറയുവാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ വളരെ മോശപ്പെട്ട ആൾക്കാരാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യത്തിനും അവർ ഇങ്ങനെ പുറമേ ചിരിച്ചുകൊണ്ടാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വളരെയധികം നിങ്ങളെ പ്രാവുന്നുണ്ട്. അതായത് എന്താ പറയുന്നത്, അയ്യോ ഇവക്ക് എങ്ങനെ കിട്ടി, ഈ പരീക്ഷ ഇവളെങ്ങനെ ജയിച്ചു, അല്ലെങ്കിൽ ഇവൻ എങ്ങനെ ഈ ജോലിക്ക് കയറി, ഇവൻ എങ്ങനെ ഈ വീട് വെച്ചു. നിങ്ങളുടെ മുന്നേറ്റങ്ങളിൽ നിങ്ങളുടെ ഉയർച്ചകളിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് നല്ലോണം എന്താ പറയുന്നത് കുശുമ്പ് ഉള്ള ആൾക്കാരാണ്. കുശുമ്പ് മാത്രമല്ല, അസൂയ, കണ്ണീർ മുതലായവ ഉള്ള കൂട്ടരാണ് ഈ കൂട്ടർ നിങ്ങൾ. പിന്നെ നിങ്ങളെപ്പറ്റി പറയുവാണെങ്കിൽ നിങ്ങളുടെ തകർച്ച കാണാനാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ കുറച്ച് ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ നിങ്ങളെ സ്നേഹിക്കുന്നത്. പിന്നെ കൂടുതൽ പേര് നിങ്ങളുടെ അടുത്ത് വന്ന് ഭയങ്കര സ്നേഹത്തോടെ വളരെ മോനെ നിനക്ക് നല്ലത് മാത്രം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മോനെ, അങ്ങനെയൊക്കെ കുറേ അഭിനയം നടത്തുന്ന കുറേ ആൾക്കാരെ നമുക്കിതിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ രാവിലെ ഓം നമോ നാരായണായ 11 പ്രാവശ്യം രാവിലെ ചൊല്ലുന്നത് നന്നായിരിക്കും. ഇതാണ് കാർഡ് നമ്പർ 3. ഇതുപോലുള്ള ടാരോട്ട് റീഡിങ്ങിന് വേണ്ടി പ്ലീസ് കമൻറ്റ് ബിലോ. താങ്ക് യു.